പറഞ്ഞ ഫിഗർ എന്തുവായിരുന്നു? ഈ ഫിഗറിനകത്ത് ഇതിനകത്ത് ഏതാണ് ഫ്രണ്ട് വ്യൂ? ഏതാണ് ഫ്രണ്ട് വ്യൂ? ഏതാണ് ഫ്രണ്ട് വ്യൂ? കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഇതല്ല. നമ്മൾ ഇതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് അന്നേരം ഒരു കൺഫ്യൂഷൻ വന്നത്. ഈ ഫിഗറിനകത്ത് ഇതല്ല ഫ്രണ്ട് വ്യൂ, ഇത് ടോപ്പ് വ്യൂ ആണ്. ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇത് ഫ്രണ്ട് വ്യൂ എങ്കിൽ മാത്രമേ ഇവിടെ നോക്കുമ്പോഴത്തേന് ഇതില്ലേ സൈഡ് വ്യൂ, ഈ സൈഡ് വ്യൂ കിട്ടണമെന്നില്ലെങ്കിൽ ഇത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ മാത്രമേ ഇതാണ് സൈഡ് വ്യൂ അല്ലേ. ഇവിടെ നോക്കുമ്പോഴത്തേന് എന്താ പറയുന്നത്, നടുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം, പിന്നെ രണ്ട് സൈഡിലും വെൽഡ് ഉണ്ട് കേട്ടോ, രണ്ട് സൈഡിലും വെൽഡ് ഉണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ. പിന്നെ ഇത് ടോപ്പ് വ്യൂ. മോളിൽ നോക്കുമ്പോൾ ഒരു പ്ലേറ്റ്, ആ പ്ലേറ്റിൻ്റെ രണ്ട് സൈഡിലും പാരലൽ വെൽഡ് ഉണ്ട്. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, നോക്കുമ്പം ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഫിഗർ നമ്മുടെ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? പേജ് നമ്പർ 96 എടുത്ത്, 93 എടുത്ത്, പേജ് നമ്പർ 93 എടുത്ത്, പേജ് നമ്പർ 93 എടുത്ത്, പേജ് നമ്പർ 93 എടുത്ത്. ആ പേജ് നമ്പർ 93 ഇതിനകത്ത് ഏതാ ഫ്രണ്ട് വ്യൂ? താഴെ കൊടുത്തേക്കാണോ മുകളിൽ കൊടുത്തേക്കുന്നതാണോ? ഏതാ ഫ്രണ്ട് വ്യൂ? അതാ ഞാനിവിടെ എഴുതിയിട്ട് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇത് ഓക്കെ, ഈ കൊടുത്തേക്കുന്നത് ടോപ്പ് വ്യൂ ആണ്, ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ മാത്രമേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേന് ഇത് നമ്മുടെ സൈഡ് വ്യൂ ആയിട്ട് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ. നടുക്ക് നമ്മുടെ പ്ലേറ്റ്, രണ്ട് സൈഡിലും വെൽഡ്. അപ്പോൾ ഇത് സൈഡ് വ്യൂ കിട്ടണമെങ്കിൽ ഇത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ മാത്രമേ ഇത് സൈഡ് വ്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് ടോപ്പ് വ്യൂ ആയിരിക്കും അല്ലേ. നമ്മൾ സാധാരണ മുകളിലല്ല ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത്, താഴെയല്ലേ ടോപ്പ് വ്യൂ വരയ്ക്കുന്നത്, ഈ സൈഡിലിട്ടാണ് സൈഡ് വ്യൂ വരയ്ക്കുന്നത് ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫിഗറിന്, ഈ ഒരു ഫ്രണ്ട് വ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗർ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 93 അതിനടുത്ത്, പേജ് നമ്പർ 93 ഈ ഒരു ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എടുത്ത്. ഈ ഒരു ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ എടുത്ത്. പേജ് നമ്പർ 93 എടുത്തോ എല്ലാവരും? ഓക്കെ, ഈ പേജ് നമ്പർ 93 നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ഓരോ ഫിഗറും ഒന്ന് നോക്കിക്കേ. ആ രണ്ടാമത്തെ റോയിൽ ഏതാടാ ടോപ്പ് ഫോഴ്സ്? ഫോഴ്സ് ഇവിടെ തന്നെയാണ്. അതായത് ടോപ്പ് വ്യൂവിലെ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്തേക്കുന്ന ഫോഴ്സ്? ഇങ്ങോട്ടല്ലേ മാർക്ക് ചെയ്തേക്കുന്നത് അല്ലേ? ഓക്കെ, ടോപ്പ് വ്യൂവിലെ ഫോഴ്സ് മാർക്ക് ചെയ്തിട്ടില്ല നമ്മുടെ ഫിഗറിനകത്ത്. ഓക്കെ, നമ്മൾ എന്ത് ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കൽ ഫോഴ്സ് ആണോ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണോ? ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഏത് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ? ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഏത് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കൽ ഫോഴ്സ് ആണോ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണോ? ഫ്രണ്ട് വ്യൂ നോക്കിയേ, നമ്മുടെ ഫ്രണ്ട് വ്യൂ ഏതാണ് ഫ്രണ്ട് വ്യൂ? ഇത് ഫ്രണ്ട് വ്യൂവിനകത്ത് ഈ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പേജ് നമ്പർ 93-ക്കകത്ത്, ഈ ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ 93-ക്കകത്ത് നോക്കി കുറേ ഫിഗർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം എടുത്തേ, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം എടുത്തേ. അത് നമ്മുടെ ഈ ഫിഗറോട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം എടുത്തേ. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം എടുത്തേ. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം എടുത്തപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? അതായത് ആ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ സത്യം കൊടുക്കുന്ന നമുക്ക് ഫ്രണ്ട് വ്യൂ അതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിൻ്റെ ആ ഫിഗറിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേന് ഈ ഫിഗറിന് ഈക്വലൻ്റ് ആണോ വരുന്നതെന്ന് നോക്കി. സെക്കൻഡ് റോയിൽ പേജ് നമ്പർ 93-ക്കകത്ത് സെക്കൻഡ് റോയ്ക്കകത്ത് ഫസ്റ്റ് കോളത്തിനകത്ത് ഫിഗർ അവിടെ കൊടുത്തേക്കുന്ന ഫ്രണ്ട് വ്യൂ നിന്നല്ല നമ്മൾ നോക്കേണ്ടത്, ആ ഒരു ഫിഗറിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ രീതിയിലാണോ വരുന്നത് നോക്കുക. ഒരു ബാറ്, അതിൻ്റെ അകത്ത് ഇവിടെ ഒരു വെൽഡ്, ഇവിടെ ഒരു വെൽഡ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പേജ് നമ്പർ 93 എടുക്കുക, അതിനകത്ത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ഫിഗർ നോക്കുക. ആ ഫസ്റ്റ് ഫിഗർ നോക്കണ്ടേ എന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് 3 ഡയമെൻഷൻ വ്യൂ ആണ് കൊടുത്തേക്കുന്നത്. ആ 3 ഡയമെൻഷൻ വ്യൂവിൻ്റെ ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സൈസിൽ കിട്ടുന്ന ഈ ഒരു രീതി കിട്ടുന്നുണ്ടോ എന്ന് നോക്കി. ഉണ്ടോ? കേൾക്കുന്നോ? ഓക്കെ, ഒന്നും കൂടെ പറയാം. ഇവിടെ ഞാൻ പറഞ്ഞത് പേജ് നമ്പർ 93 എടുക്കുക. നിങ്ങൾ പേജ് നമ്പർ ഇത്രയും പറഞ്ഞ എല്ലാം ബ്ലാങ്ക് മായ്ച്ചു കളാം. പേജ് നമ്പർ 93 എടുത്തിട്ട് പേജ് നമ്പർ 93 എടുത്തേ. പേജ് നമ്പർ 93 എടുത്തോ. പേജ് നമ്പർ 93-ക്കകത്ത് രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് ഫിഗർ എടുത്തേ. രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ. രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ. ഓക്കെ, രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് ഫിഗർ അവിടെ കൊടുത്തേക്കുന്നത് 3 ഡയമെൻഷണൽ ഫിഗറാണ്. ആ ഫിഗറിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ആ ഫിഗറിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് ഒന്ന് ഇമാജിൻ ചെയ്തേ. ആ ഫിഗറിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് കാണുന്നതെന്ന് ഇമാജിൻ ചെയ്തേ. ടോപ്പിൽ നോക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു റെക്ടാങ്കുലർ പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു വെൽഡ്, ഇവിടെ ഒരു വെൽഡ്, അങ്ങനെയല്ലേ വരുന്നത്. ടോപ്പിൽ നിന്ന് നോക്കി ആ പേജ് നമ്പർ 93-ൽ രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് ഫിഗർ എടുത്ത് നോക്കി. ആ ഫസ്റ്റ് ഫിഗറിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ കാണുന്നത്. ആണോ? നമ്മുടെ ടോപ്പ് ഏതാ? നമ്മുടെ ഈ ഫിഗറിനകത്ത് ടോപ്പ് ഏതാ? നമ്മുടെ ഈ ഫിഗറിനകത്ത് ടോപ്പ് ഏതാ? ഇതാണ് ടോപ്പ് വ്യൂ. ഇതാണ് ടോപ്പ് വ്യൂ. നമ്മുടെ ഡേറ്റ ബുക്കിൽ കൊടുത്തേക്കുന്ന ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒന്നും അല്ല കൊടുത്തേക്കുന്നത്. പിന്നെന്താ കൊടുത്തേക്കുന്നത്? 3 ഡയമെൻഷണൽ ഐസോമെട്രിക് വ്യൂ ആണ് കൊടുത്തേക്കുന്നത്. ഐസോമെട്രിക് വ്യൂവിനകത്തുനിന്ന് ടോപ്പ് വ്യൂ നോക്കിയിരിക്കും നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തേ. ആ പേജ് നമ്പർ 93-ൽ രണ്ടാമത്തെ റോയിൽ ഒന്നാമത്തെ ഫിഗറിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ എന്താണ് കിട്ടുന്നത്? ഇങ്ങനെ കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുന്ന് നമുക്ക് ടോ എമ്മും കിട്ടും, സിഗ്മ എമ്മും കിട്ടും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഒരു വെൽഡ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടോയുടെ വാല്യൂ കണ്ടുപിടിച്ച് അവിടുത്തെ ടോയുടെ വാല്യൂ എന്തുവാണ്? 0.707 P/HL അല്ലേ? 0.707 P/HL. സിഗ്മ എം എന്നാണ് കൊടുത്തത്. പക്ഷെ നമ്മൾ സിഗ്മ എന്നാണ് എടുക്കുന്നത്. സിഗ്മയുടെ വാല്യൂ എത്ര കിട്ടും? 4.24 P/HL സ്കോർ കിട്ടും. ഇത് രണ്ടും നമുക്കറിയാം. പി എത്ര കിട്ടും? പി എത്ര തന്നേക്കുന്നത് ക്വസ്റ്റ്യനിനകത്ത്? പി എത്ര തന്നേക്കുന്നത്? P = 2 × 10³ ന്യൂട്ടനാണ് തന്നേക്കുന്നത്. എച്ച് എത്ര തന്നേക്കുന്നത്? എച്ച് തന്നിട്ടില്ല. അപ്പോൾ തിക്നെസ് ഓഫ് പ്ലേറ്റ് എത്ര? തിക്നെസ് ഓഫ് പ്ലേറ്റ് എത്ര? 12 അല്ലേ? തിക്നെസ് ഓഫ് പ്ലേറ്റ് എത്ര? 12 അല്ലേ? ആണോ? ഓക്കെ, പിന്നെ എൽ എത്ര തന്നേക്കുന്നത്? എല്ല് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനകത്ത് ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ എല്ല് കിട്ടും. ഏത് ഫിഗറാ? എല്ല് എത്ര കിട്ടും? ആ ഫിഗർ നോക്കിയേ.
എത്രയല്ലേ? ആ എല്ലിൻ്റെ വാല്യൂ 50. കണ്ടോ ഈ ഫിഗറിനകത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂ 50 കിട്ടും. കണ്ടോ 50. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 50 ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. നമ്മുടെ ഫിഗറിനകത്ത് ഡയറക്റ്റ് ടോപ്പ് വ്യൂ ആണ് തന്നിരിക്കുന്നത് അല്ലേ? പക്ഷേ നമ്മുടെ ഡേറ്റാ ബുക്കിനകത്ത് കിടക്കുന്നത് ടോപ്പ് വ്യൂ അല്ല കിടക്കുന്നത്, ഐസോമെട്രിക് വ്യൂ ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് ടോപ്പ് വ്യൂ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൻ്റെ ടോപ്പ് വ്യൂ അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനകത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. എല്ലിൻ്റെ വാല്യൂ എത്ര കിട്ടി? 50 കിട്ടി. ഇനി എന്താണ് ഈയുടെ വാല്യൂ എത്ര? എക്സെൻട്രിസിറ്റി എത്രയാണ്? ആ എൻഡ് മുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എത്രയാ? ആ എൻഡ് മുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എത്ര? 150 അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? ടോയുടെ വാല്യൂ കിട്ടും, സിഗ്മയുടെ വാല്യൂ കിട്ടും. കണ്ടുപിടിച്ച് ടോയുടെ വാല്യൂ സിഗ്മയുടെ വാല്യൂ കണ്ടുപിടിച്ച് ടോയുടെ വാല്യൂ സിഗ്മയുടെ വാല്യൂ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ ക്വസ്റ്റ്യൻ? നമുക്ക് തന്നിരിക്കുന്ന ഫിഗറും നമുക്ക് നമ്മൾ ടോപ്പ് വ്യൂ ഫ്രണ്ട് സിഗ്മ മാക്സ് ആണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ സിഗ്മയായിട്ടങ്ങ് എടുക്കുക അത് കേട്ടോ. സിഗ്മ മാക്സ് ആണ് കിടക്കുന്നത്, പക്ഷെ നമ്മൾ സിഗ്മയായിട്ടങ്ങ് എടുക്കുക. അപ്പോൾ ടോയുടെ വാല്യൂം സിഗ്മയുടെ വാല്യൂം കണ്ടുപിടിച്ചേ. എച്ചിന്റെ തിക്നെസ് ഓഫ് വെൽഡ് 10 തന്നിട്ടുണ്ട്. അപ്പോൾ 10 എടുത്തു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. തിക്നെസ് ഓഫ് വെൽഡ് 10 തന്നിട്ടുണ്ടെങ്കിൽ 10 എടുക്കുക കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. തിക്നെസ് ഓഫ് വെൽഡ് 10 തന്നിട്ടുണ്ടെങ്കിൽ 10ൻ്റെ എച്ചിൻ്റെ വാല്യൂ 10 തന്നെ എടുക്കുക കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻ നമുക്ക് ഈ രീതിയിലുള്ള ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫെമിലിയറൈസ് ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡേറ്റ ഇങ്ങനെ ഫിഗർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. 2-3 ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും കേട്ടോ. 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം, പെട്ടെന്ന് ചെയ്താൽ. ഇപ്പോൾ സിഗ്മയുടെ വാല്യൂ ടോയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന്. തന്നിട്ടുണ്ടല്ലോ, ഫിഗർ തന്നിട്ടുണ്ട്. എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, വേണ്ട 10 mm വെൽഡ് തിക്നെസ് ഓഫ് വെൽഡ് 10 mm. ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് 10 mm വെൽഡ് എച്ചിന് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് പ്ലേറ്റിന് തിക്നെസ് എടുക്കാൻ മതിയായിരുന്നു. മറ്റേ ഫിഗർ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ എച്ച് എന്ന് പറഞ്ഞാൽ 12 അല്ലേ വരണ്ട? അങ്ങനെയാണല്ലോ. ഏത് ഫിഗറായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ടേബിളിനകത്ത് ഫിഗർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏത് ഫിഗറാ? 93 ആണോ? ഏത് ഫിഗർ? അവിടെ എച്ചിൻ്റെ വാല്യൂ ഇങ്ങനെ തിക്നെസ് ഓഫ് വെൽഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. അവിടെ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂ തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ തിക്നെസ് ഓഫ് പ്ലേറ്റ് ആണ് എടുക്കേണ്ടത്. 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും, അത് ചെയ്യും. അപ്പോൾ ടോയുടെ വാല്യൂ സിഗ്മയുടെ വാല്യൂ എത്ര കിട്ടുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ബാക്കി പറയാമായിരുന്നു. ടോയുടെ വാല്യൂ എത്ര കിട്ടും? സിഗ്മയുടെ വാല്യൂ എത്ര കിട്ടും? കണ്ടുപിടിച്ചു. ഓക്കെ, 2.35. സിഗ്മ എന്തുവാ? 42.4. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് എന്ത് നോക്കി. ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ മാക്സ് കണ്ടുപിടിക്കണം, ടോ മാക്സ് കണ്ടുപിടിക്കണം അല്ലേ? ഇതിൻ്റെ ഫോർ എവിടെ കിടക്കുന്നത്? പേജ് നമ്പർ 3 എടുത്ത്. പേജ് നമ്പർ 3 എടുത്തേ എല്ലാവരും. പേജ് നമ്പർ 3 എടുത്ത്. പേജ് നമ്പർ 3 എടുത്തിട്ട് ഇക്വേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, സിഗ്മ മാക്സിൻ ടോ മാക്സിൻ്റെ ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത്.
പേജ് നമ്പർ 3 സിഗ്മ മാക്സിൻ്റെയും ടോ മാക്സിൻ്റെയും ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത്. പേജ് നമ്പർ 3 സിഗ്മ മാക്സിൻ്റെയും ടോ മാക്സിൻ്റെയും ഇക്വേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്. എന്തോ സിഗ്മ മാക്സിൻ്റെ ഇക്വേഷൻ? അല്ലേ? ഇതിനകത്തുനിന്ന് സിഗ്മ മാക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ടോയുടെ വാല്യൂ അറിയാം, സിഗ്മയുടെ വാല്യൂ അറിയാം. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ടോ മാക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? എന്ത് കിട്ടും? ചെയ്യുന്നുണ്ടോ? ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്തോ പേജ് നമ്പർ 3 കുറച്ചു മുമ്പേ ടോ എം എന്ന് പറഞ്ഞാണോ അതോ ടോ എന്ന് തന്നെയാണോ? ടോ എന്ന് തന്നെ എടുക്കുന്നത്. അത് നമുക്ക് ടോ എന്ന് തന്നെ, നമ്മൾ ടോയുടെയും സിഗ്മയുടെയും വാല്യൂ അവിടുത്തെ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ടോ മാക്സിൻ്റെ ഫോർമുലയ്ക്കകത്ത് ഈ ടോയ്ക്കും ഈ സിഗ്മയ്ക്കും ഈ ടോയ്ക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ടോ മാക്സിൻ്റെ വാല്യൂ എന്ത് വരും? ടോയുടെ സിഗ്മയുടെ വാല്യൂ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ടോയുടെ വാല്യൂ ഏകദേശം 2.3 വരും, സിഗ്മയുടെ വാല്യൂ 42.4 വരും. ടോയുടെ വാല്യൂ ഓൾമോസ്റ്റ് 2.3 വരും, സിഗ്മയുടെ വാല്യൂ ഓൾമോസ്റ്റ് 42.4 വരും. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ടോ മാക്സും സിഗ്മ മാക്സും കഴിയും. അത് ഏത് നമ്പർ? പേജ് നമ്പർ 3 ഇക്വേഷൻ 1.5a ബിയും ആണ്. അപ്പം ടോ മാക്സിൻ്റെ ഫോർമുല എന്താ? √σ/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. ഈ രണ്ട് ഫോർമുലയ്ക്കകത്ത് നമുക്ക് ടോ മാക്സും കിട്ടും, സിഗ്മ മാക്സും കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറയാം. സാറേ കുറച്ചു മുമ്പേ സിഗ്മ കിട്ടുന്നത് 50.88. അതെ സാർ, 10 കൊടുക്കുമ്പോൾ അതാ കിട്ടും. ഓക്കെ, 50.8 കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് കിട്ടുന്ന വാല്യൂ എഴുതിയാൽ മതി. കിട്ടുന്ന വാല്യൂ എഴുതിയാൽ മതി. 10 കൊടുത്തു കഴിഞ്ഞാൽ 50.8 ആയിരിക്കും കിട്ടുന്നത്. ശരിയാ. 12 കൊടുത്തോടൊക്കെ ആയിരിക്കും 42 പോയിന്റ് കിട്ടിയത്. സിഗ്മ മാക്സിൻ്റെ ടോ മാക്സിൻ്റെ വാല്യൂ ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. എങ്കിലും നിങ്ങൾ പറ. സിഗ്മ മാക്സിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 42 പോയിൻറ്റ് സംതിങ് കിട്ടും. ടോ മാക്സിൻ്റെ വാല്യൂ 22 പോയിൻറ്റ് കിട്ടും. ഓൾമോസ്റ്റ് ആ റേഞ്ച് വന്നാൽ മതി. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സാറേ 51 ഉം 25 ആണോ ഫിഗർ കണ്ടിട്ട്? ഇതൊരു സർക്കുലാർ
വെൽഡാണ് വേണ്ടോ ഉണ്ടോ? ഇത് സർക്കുലർ ട്യൂബ് ഇവിടെ വെച്ചേക്കുന്നത്, സർക്കുലർ ട്യൂബ്. അപ്പോൾ നമ്മൾ അവിടെ സർക്കുലർ വെൽഡാണ് കണ്ടോ. എ സർക്കുലർ ഷാഫ്റ്റ് ഓഫ് ഡയമീറ്റർ എത്ര? ഡയമീറ്റർ 50 mm ഈസ് വെൽഡഡ് ടു സപ്പോർട്ട് ബൈ മീൻസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് ലോഡഡ് ആസ് ഷോൺ. ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ഫിൽഡ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. ഇഫ് ദി പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഇൻ ദ വെൽഡ് ഈസ് ടോ ഇസ് ഈക്വൽ ടു എത്ര വന്നേക്കുന്നത്? ടോ എത്ര വന്നേക്കുന്നത്? 100 MPa അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് ഡേറ്റ ബുക്ക് പേജ് നമ്പർ 93 നിങ്ങൾ നോക്കി ഏത് ഫിഗറാണ് എടുക്കേണ്ട? നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തേ ഏത് ഫിഗറാണ് ഈ പേജ് നമ്പർ ആ ഡേറ്റ ബുക്കിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തേ. നിങ്ങൾ തന്നെ പേജ് നമ്പർ 93 മൂന്നാമത്തെ റോയിലെ ഫസ്റ്റ് ഫിഗറാണ്. അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. കാരണം ആ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടോ, ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് ബെൻഡിങ് മൊമെൻ്റ് ആയിട്ടാണ് അവിടെ വരുന്നത്. അത് ക്ലിയർ അല്ലേ? പക്ഷെ അവിടെ നമുക്ക് സിഗ്മ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? സിഗ്മ മാത്രമല്ലേ തന്നിട്ടുള്ളൂ അല്ലേ? ഓക്കെ. ടോയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ? സിഗ്മ മാത്രമേ തന്നിട്ടുള്ളൂ, ടോയുടെ വാല്യൂ തന്നിട്ടില്ല. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം നമുക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ സിഗ്മയുടെ വാല്യൂ ഈ തന്നിരിക്കുന്ന വാല്യൂ എടുക്കാം. അവിടെ സിഗ്മയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 5.66 m ഡിവൈഡഡ് ബൈ πh d². ഒന്നെങ്കിൽ ആ വാല്യൂ എടുക്കാം. പിന്നെ നമ്മൾ ഷിയറിൻ്റെ വാല്യൂ തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് പറഞ്ഞോ. ഈ ഫിഗറിൽ 200 ഫുൾ ആണോ? 200 mm ഫിഗറിൽ വെൽഡിൻ്റെ ലെങ്ത് മുതൽ ആ ഒരു സപ്പോർട്ട് മുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനും വരെ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഈ സിഗ്മയുടെ വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രൊസീജിയറിലാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? നമുക്ക് ആദ്യം തന്നിരിക്കുന്നതിന് തുടങ്ങാം. തന്നിരിക്കുന്നത് മാക്സിമം അലൗബിൾ പെർമിസിബിൾ ചോദിച്ചു. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഈ ക്വസ്റ്റ്യനിലും സെയിം ഫോഴ്സ് തന്നെയല്ലേ ആക്ട് ചെയ്യുന്നത്? സെയിം ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഹലോ. അതെ. പക്ഷെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ബെൻഡിങ് ലോഡല്ലേ എടുക്കുന്നത്? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ബെൻഡിങ് അല്ലല്ലോ എടുത്തത്. ഇപ്പം നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യന് ബെൻഡിങ്ങിൻ്റെ എഫക്റ്റ് തന്നെയല്ലേ അവിടെ വരുന്നത്? അപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ബെൻഡിങ് എന്ന് പറഞ്ഞ എക്സ്ട്രാ ഒരു ഫിഗർ ഉണ്ട് ഫസ്റ്റ് റോയിൽ ലാസ്റ്റ് വൺ. പക്ഷേ ആ ഒരു ഫോർമുല തന്നെയാണ്. നീ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. 4.24 P × E ഡിവൈഡ് ബൈ HL². ആ P × E എന്ന് പറയുന്നത് മൊമെൻറ്റാണ്. മനസ്സിലായില്ലേ? സിഗ്മ മാക്സ് സിഗ്മ എന്ന് പറയുന്നത് 4.24 m ഡിവൈഡ് ബൈ HL². ആ എമ്മിന് പകരം ഇവിടെ കിടക്കുന്നത് എന്താ? P × E എന്ന് വെച്ചാൽ മൊമെൻ്റ് അല്ലേ? അപ്പോൾ അത് രണ്ടും സെയിം അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ആദ്യം തന്നിരിക്കുന്നത് എന്താ? ഐഡൻറ്റിഫൈ ചെയ്തേ. ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് എന്താ? ടോ മാക്സ് അല്ലേ? മാക്സിമം പെർമിസിബിൾ ഷിയർ അല്ലേ? അപ്പോൾ എന്ത് തന്നിരിക്കുന്നത്? ടോ മാക്സിൻ്റെ വാല്യൂ അല്ലേ? അപ്പോൾ ടോ മാക്സിൻ്റെ ഫോർമുല ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. ടോ മാക്സിൻ്റെ ഫോർമുല എന്താ? പേജ് നമ്പർ 3 ടോ മാക്സിൻ്റെ ഫോർമുല ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. ഒന്ന് പറഞ്ഞേ എല്ലാവരും. ടോ മാക്സിൻ്റെ ഫോർമുല എന്താ? പേജ് നമ്പർ 3 ടോ മാക്സിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞേ. √of σ/2 പ്ലസ് τ² അല്ലേ? അപ്പോൾ നമുക്കിവിടെ സിഗ്മയും കണ്ടുപിടിക്കണം, ടോയും കണ്ടുപിടിക്കണം അല്ലേ? സിഗ്മയും കണ്ടുപിടിക്കണം, ടോയും. അപ്പോൾ സിഗ്മ നമുക്ക് ഒന്നെങ്കിൽ ഏത് സിഗ്മ എടുക്കാം? ആ ക്വസ്റ്റ്യന് ആ ഒരു ഡേറ്റ തന്നേക്കുന്നത് 5.66 m ഡിവൈഡ് ബൈ πh d² എന്ന് പറഞ്ഞ സിഗ്മ എടുക്കാം. ഓക്കെ, ആ സിഗ്മ എടുക്കാം.
പക്ഷേ ഞാനിപ്പോൾ ആ സിഗ്മ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരം ഞാനിപ്പം ഒരു ജനറൽ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏത് ഷേപ്പിലുള്ള വെൽഡ് വന്നാലും നമുക്ക് ഈ ചെയ്യണം. അതായത് ഈ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് മാത്രമല്ല, ഏത് ടൈപ്പ് വെൽഡ് വന്നാലും നമുക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഇപ്പം നമുക്ക് ഈ സിഗ്മയുടെ വാല്യൂ നമുക്ക് ഏത് സിഗ്മ എടുക്കാം? ഏത് സിഗ്മ എടുക്കാം? പേജ് നമ്പർ 93-ക്കകത്ത് മൂന്നാമത്തെ കോളത്തിനകത്ത് മൂന്നാമത്തെ റോയ്ക്കകത്ത് ഫസ്റ്റ് കോളത്തിനകത്ത് വരുന്ന സിഗ്മ എന്തുവാ? ഏതാ സിഗ്മ? 5.66 m ഡിവൈഡ് ബൈ പൈ ഡി എച്ച് പൈ ഡി സ്ക്വയർ എച്ച് എന്ന് പറഞ്ഞ ഫോമിലാണ്. ഈ സിഗ്മ എടുത്ത് വേണം എനിക്ക് സിഗ്മ കണ്ടുപിടിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനത് ജനറൽ മെത്തേഡിലോട്ട് പോവാണ്. അപ്പോൾ സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സിഗ്മയുടെ ജനറൽ ഫോമിൽ എന്തുവാ? m/z അല്ലേ? സിഗ്മയുടെ ജനറൽ ഫോമിൽ എന്തുവാ? പറ. സിഗ്മയുടെ ജനറൽ ഫോമിൽ എന്തുവാ? ബെൻഡിങ് മൊമെന്റ് ഡിവൈഡ് ബൈ സെക്ഷൻ മോഡുലസ് അല്ലേ? അത് പറയണ്ടല്ലോ. ഏത് പേജിലാണ് കിടക്കുന്നതെന്ന് പറയണ്ടല്ലോ. സിഗ്മ = m/z അറിയാമല്ലോ. ബെൻഡിങ് സ്ട്രെസ് = ബെൻഡിങ് മൊമെന്റ് ഡിവൈഡ് ബൈ z. അതെവിടെ കിടക്കുന്നത് പറയണോ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എമ്മിൻ്റെ വാല്യൂ എന്തുവാ? ഫോഴ്സ് ഇൻറ്റു ഇ അല്ലേ? എമ്മിൻ്റെ വാല്യൂ എന്തുവാ? ഫോഴ്സ് ഇൻറ്റു ഇ അല്ലേ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എമ്മിൻ്റെ വാല്യൂ എന്താ? ഫോഴ്സ് ഇൻറ്റു ഇ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എമ്മിൻ്റെ വാല്യൂ ഫോഴ്സ് ഇൻറ്റു ഇ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഫോഴ്സ് എത്ര കിട്ടും? എത്ര അവിടുത്തെ ഫോഴ്സ്? 10 × 10⁻³ ഇ എത്ര? 200. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × 10⁻⁴ 10⁻6 എടുത്തില്ലേ? ഓക്കെ. ഇനി അടുത്തത് കണ്ടോ? m/m കിട്ടി. അടുത്ത എന്താ വേണ്ടത്? എന്താ വേണ്ടേ? ഇസഡ് വേണം. എന്താ വേണ്ടേ? ഇസഡ് വേണം. അതുകൊണ്ട് നിങ്ങൾ പേജ് നമ്പർ 96-7 എടുത്തേ. പേജ് നമ്പർ 97 എടുത്തേ. പേജ് നമ്പർ 97-നകത്ത് കുറേ വെൽഡ് കിടപ്പുണ്ട്. കണ്ടോ? പല ടൈപ്പ് വെൽഡ് കിടപ്പുണ്ട്. ഇങ്ങനെ പല ഷേപ്പ് കിടപ്പുണ്ട്. റെക്ടാങ്കുലർ, ടി ഷേപ്പ്, സർക്കുലർ. ഇപ്പം നമുക്ക് ഇവിടെ ഏത് ടൈപ്പ് വെൽഡാണ് ഉള്ളത്? സർക്കുലർ വെൽഡിൻ്റെ ഇസഡിൻ്റെ ഫോർമുല എന്തുവാ? സർക്കുലർ വെൽഡിൻ്റെ ഇസഡ് πm²ht/4 ആണല്ലോ. പൈയുടെ വാല്യൂ അറിയാമല്ലോ. എമ്മിൻ്റെ വാല്യൂ എന്താ? അവിടെ എമ്മിൻ്റെ വാല്യൂ എന്തോ ഉദ്ദേശിക്കുന്നത്? എം എന്ന് വെച്ചാൽ എന്തോ ഉദ്ദേശിക്കുന്നത്? ഡയമീറ്റർ അല്ലേ? എം എന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത്? അവിടെ ആ ഫിഗറിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. എം എന്തുവാ അവിടെ? ഡയമീറ്റർ. ഈ HT എന്ന് വെച്ചാൽ എന്താ? HT എന്ന് വെച്ചാൽ എന്താണ്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. HT എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.707 h ആണ്. HT എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.707 h ആണ്. അത് ഡേറ്റ ബുക്കിൽ കിടപ്പുണ്ട്. അറിയാം എവിടെ കിടക്കുന്നതെന്ന്? പേജ് നമ്പർ 90 എടുത്തേ. ആ 90-ക്കകത്ത് 6.2a എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടോ? 6.2a ഇക്വേഷനകത്ത് HT-യുടെ സ്ഥാനത്ത് എന്താ കൊടുത്തേക്കുന്നത്? പേജ് നമ്പർ 90-ക്കകത്ത് 6.2a എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് HT-യുടെ സ്ഥാനത്ത് എന്താ കൊടുത്തേക്കുന്നത്? h cos 45 എന്ന് വെച്ചാൽ എന്തുവാ? 0.70 h ഇൻറ്റു L. അപ്പം നമുക്ക് HT-യുടെ സ്ഥാനത്ത് എന്താ കൊടുക്കാം? 0.70 h എന്ന് കൊടുക്കാം. ഡിവൈഡ് ബൈ 4. അപ്പം നമുക്ക് ഇസഡ് എന്ത് കിട്ടും? ഇസഡ് ഇൻ ടേംസ് ഓഫ് h കിട്ടുമോ? അപ്പോൾ എമ്മും കിട്ടി,
ഇസഡും കിട്ടി. അത് നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സിഗ്മ കിട്ടും. സിഗ്മ ഇൻ ടേംസ് ഓഫ് എന്തുവരും കിട്ടുന്നത്? എച്ച് ആരും കിട്ടുന്നത്. അത് കണ്ടുപിടിച്ചേ. കണ്ടുപിടിച്ച് നിങ്ങൾക്ക് സംശയമുള്ളൊരു ക്ലിയർ ആയിട്ട് ചോദിക്കണം. ഏത് പ്രോബ്ലം വന്നാലും ചെയ്യത്തക്കുള്ളൊരു മെത്തേഡാണ് ഞാനിപ്പോൾ അതെ, ആ ഫോമുല ഉപയോഗിച്ചാലും മതി. പക്ഷേ ഞാൻ ഇപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോമുല ഉപയോഗിച്ചാലും മതി. പക്ഷേ ഞാൻ ഇപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ആ ഫോമുല ഉപയോഗിച്ച് ചെയ്താലും ആൻസർ കിട്ടും. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചും ചെയ്യാം, കുഴപ്പമില്ല. ഏതാണ് എച്ചിന്റെ വാല്യൂ അല്ലേ വേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? എച്ച് അല്ലേ? ഈ ഒരു ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തുള്ള ഇക്വേഷനാണ് ഈ കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഏത് ഷേപ്പിലുള്ള വെൽഡ് വന്നാലും നമുക്ക് ഏത് ഫോമിൽ ഉപയോഗിച്ച് ചെയ്യാം? M/Z ഉപയോഗിച്ച് ചെയ്യാം. പക്ഷേ നമുക്ക് ആ ഒരു ടേബിളിനകത്തുള്ള കോളത്തിലുള്ള ഷേപ്പിലുള്ള വെൽഡ് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേബിൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്കതല്ല, ഏത് ടൈപ്പ് വെൽഡ് വന്നാലും നമുക്ക് ഈ ഫോമിൽ ഉപയോഗിച്ച് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോമുല ഉപയോഗിച്ച് പറയുന്നത്. M/Z, M കണ്ടുപിടിക്കുക, Z കണ്ടുപിടിക്കുക. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ കണ്ടുപിടിക്കാം. അത് ഏത് ടൈപ്പ് വെൽഡ് വന്നാലും നമുക്ക് ആ ഒരു ഫോമിൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടുപിടിച്ച് സിഗ്മയുടെ വാല്യൂ എത്ര കിട്ടും? സിഗ്മയുടെ വാല്യൂ എത്ര കിട്ടും? സിഗ്മയുടെ വാല്യൂ എത്ര കിട്ടും? സിഗ്മയുടെ വാല്യൂ, എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അതിനകത്ത് കിട്ടുമ്പോൾ ഇൻ ടേംസ് ഓഫ് എച്ച് ആണ് കിട്ടുന്നത് കേട്ടോ. ഇൻ ടേംസ് ഓഫ് എച്ച് ആണ് കിട്ടുന്നത് സിഗ്മ. ഇൻ ടേംസ് ഓഫ് എച്ച് ആണ് കിട്ടുന്നത്. പറഞ്ഞോ. കേട്ട് മനസ്സിലായില്ല. ഈ പേജ് 89 6. അതിനകത്ത് M/Z തന്നെ വേറൊരു ഫോമിൽ എഴുതിയിട്ടില്ലേ സർ? M/Z തന്നെ വേറെ ഫോമുല ഉണ്ട്. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വേറെ വി ഗ്രൂവിനല്ലേ കൊടുത്തേക്കുന്നത്. വി ഗ്രൂവിൻ്റെ സ്പെസിഫൈഡ് ഇക്വേഷനാണ് 6M/LH² എന്നൊക്കെ പറയുന്നത്. ജനറൽ ഫോമിൽ എന്താ? M/Z അല്ലേ? ഏത് വെൽഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുല എന്തുവാ? M/Z അല്ലേ? അപ്പോൾ 6M/LH² എന്നൊക്കെ പറയുന്നത് ആ താഴെ കൊടുത്തേക്കുന്ന ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിഗറാണ്, ഫോർമുലയാണ്. ഇപ്പം നമ്മൾ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുലയാണ് സിഗ്മ = M/Z. അതിന് ആ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമ്മും ആ ഫിഗറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇസഡും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കുന്ന ഫോർമുല M/Z. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം വന്നാലും ഈ മെത്തേഡ് ചെയ്താൽ കിട്ടും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ സിഗ്മയുടെ വാല്യൂ എത്ര കിട്ടും? കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു. സിഗ്മയുടെ വാല്യൂ എത്ര കിട്ടും? പറ. എത്ര? ഏതാ? 144 × 10⁻⁶/h. 144 × 10⁻⁶/h. എല്ലാവർക്കും അതാണോ കിട്ടിയത്? എനിക്ക് 1.44 × 10⁻⁶/h.
കൂടുതൽ പേർക്ക് ഏത് ആൻസറാണ് കിട്ടിയത്? ടെക്സ്റ്റ് ബുക്കിനകത്ത് ആൻസർ അത്ര കറക്റ്റ് ആണോ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ആൻസർ 1.44 144 into 10 raised to 3 ആയിട്ട് എനിക്കും അതെ 144 into 10 raised to 3 by x. ഇതാണോ കിട്ടിയ ആൻസർ? ഇതല്ലേ കിട്ടിയ? അപ്പോൾ അടുത്ത എന്തുവാ? സിഗ്മ കിട്ടി. ഇനി എന്തുവാ വേണ്ടത്? ടോ അല്ലേ വേണ്ടേ? അപ്പോൾ ടോയുടെ ഫോർമുല എന്താ? ജനറൽ ഫോർമുല എന്താ? ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ ഷിയർ ഫോഴ്സ്, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ഷിയർ ഫോഴ്സ് ഡിവൈഡ് ബൈ ഷിയർ ഏരിയ അല്ലേ? അപ്പം ഏരിയ എന്ന് പറയുമ്പോഴത്തേന് ആ വെൽഡിൻ്റെ ത്രോട്ട് ഏരിയ ആണ് എടുക്കേണ്ടത് അല്ലേ? വെൽഡ് ഏത് ടൈപ്പ് വെൽഡാണ്? ഏത് ടൈപ്പ് വെൽഡാ? ഏത് ടൈപ്പ് വെൽഡാ? സർക്കുലാർ വെൽഡ്. അപ്പോൾ സർക്കുലാർ വെൽഡിൻ്റെ ഏരിയ എങ്ങനെ എടുക്കുന്നത്? ഇതിൻ്റെ ഈ ടോട്ടൽ ലെങ്ത് ഇൻറ്റു ഇതിൻ്റെ തിക്നെസ് എടുത്താൽ പോരെ? ഇത് ടോട്ടൽ ലെങ്ത് ഇൻറ്റു തിക്നെസ്. ലെങ്ത് എന്ന് വെച്ചാൽ എന്ത്? ഇതിന് ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? സർക്കംഫറൻസ് അല്ലേ? സർക്കംഫറൻസിൻ്റെ ഫോർമുല എന്തുവാ? ഇതിന് ഡയമീറ്റർ ഡി ആണെന്നുണ്ടെങ്കിൽ സർക്കംഫറൻസിൻ്റെ ഫോർമുല എന്തുവാ? പൈ ഇൻറ്റു ഡി ഇൻറ്റു നമ്മൾ ത്രോട്ട് ഏരിയയിൽ എടുക്കേണ്ടത് AT അല്ലേ എടുക്കേണ്ടത്? ത്രോട്ട് ഏരിയ അല്ലേ? അപ്പം എന്ത് വേണ്ടത്? HT അല്ലേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലേ? ആണ്. അപ്പോൾ പൈ ഡി ഇൻറ്റു HT പകരം എന്തോ എടുക്കണം? HT പകരം എന്തോ എടുക്കണം? എന്തോ എടുക്കണം? 0.707 H കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? AT ഈക്വൽ ടു AT കണ്ടുപിടിക്കുക. അപ്പോൾ AT കണ്ടുപിടിക്കുക. എന്നിട്ട് P നമുക്കറിയാം. P എത്ര? തന്നിരിക്കുന്ന വാല്യൂ P അറിയാം. അപ്പോൾ AT ഇൻ ടേംസ് ഓഫ് നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഏരിയ എടുക്കുക ഒന്നുകൂടെ പറയാം. ഇവിടെ ഏത് ഏരിയ വരുന്നത്? ഏത് ഷേപ്പാണ് വെൽഡിന്? അത് നോക്ക്. വെൽഡ് സർക്കുലാർ ഷേപ്പാണ്. അപ്പോൾ സർക്കുലാർ ഷേപ്പിൻ്റെ ത്രോട്ട് ഏരിയ ആണ് വേണ്ടത് അല്ലേ? ത്രോട്ട് ഏരിയ AT ത്രോട്ട് ഏരിയ. അപ്പോൾ എന്തുവാ? ഇതിൻ്റെ സർക്കംഫറൻസ് എടുക്കുക, ലെങ്ത്. സർക്കംഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡയമീറ്റർ D ആണെന്നുണ്ടെങ്കിൽ സർക്കംഫറൻസിൻ്റെ ഫോർമുല എന്തുവാ? 2πr അല്ലേ സർക്കംഫറൻസിൻ്റെ ഫോർമുല റേഡിയസ് ആയിട്ട് നോക്കുവാണെങ്കിൽ. അപ്പോൾ എന്തുവാ? പൈ ഡി അല്ലേ സർക്കംഫറൻസ് എന്തുവാ? പൈ ഇൻറ്റു ഡി അല്ലേ സർക്കംഫറൻസ് ഇൻറ്റു ത്രോട്ട് ഏരിയ. ഇവിടെ ത്രോട്ട് ഏരിയ അല്ലേ? അപ്പോൾ ത്രോട്ട് തിക്നെസ് അല്ലേ വേണ്ടത്? ത്രോട്ട് തിക്നെസ്. അപ്പോൾ പൈ ഇൻറ്റു ഡി ഇൻറ്റു ത്രോട്ട് തിക്നെസ്സിൻ്റെ ഫോർമുല എന്തുവാ? 0.707 ഇൻറ്റു H ആണ്. ഏരിയ എടുത്ത് മനസ്സിലായോ? ഏരിയ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർക്കുലാർ വെൽഡാണ്. അപ്പോൾ സർക്കുലാർ വെൽഡിൻ്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ ത്രോട്ട് ഏരിയ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ആ സർക്കംഫറൻസ് എടുക്കണം. സർക്കംഫറൻസ് ഇൻറ്റു ത്രോട്ട് തിക്നെസ്. സർക്കംഫറൻസ് അപ്പോൾ ഡയമീറ്റർ ക്യാപിറ്റൽ D എന്ന് എടുക്കുക. അപ്പോൾ എന്തുവാ? പൈ ഇൻറ്റു ഡി തന്നിട്ടുണ്ട് അല്ലേ? D തന്നിട്ടുണ്ട്. അതായത് ഏതാ? നമ്മൾ എടുക്കുന്നത് ആ ഒരു പൈപ്പിൻ്റെ സർക്കംഫറൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. പൈപ്പിൻ്റെ സർക്കംഫറൻസ് ഇൻറ്റു പിന്നെ ആ ഒരു തിക്നെസ്, ആ വെൽഡ് എത്രമാത്രം തിക്നെസ്സിൽ എടുക്കുക. നമ്മൾ തിക്നെസ് എപ്പോഴും എടുക്കുന്നത് ത്രോട്ട് തിക്നെസ് ആണല്ലോ എപ്പോഴും എടുക്കുന്നത്. ഏരിയ കാണാൻ വേണ്ടിയിട്ട്, AT കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്താ പറയുന്നത്, എന്തോ എടുക്കുന്നത്? ലെങ്ത് ഇൻറ്റു തിക്നെസ് എന്നല്ലേ നമ്മുടെ ഫോർമുല. ഏരിയയുടെ ഫോർമുല എന്തുവാ? ലെങ്ത് ഇൻറ്റു തിക്നെസ്സാണ്. ഇവിടുത്തെ ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ ലെങ്ത് എന്തുവാ? അതെ, ഈ ഒരു സർക്കിളിലെ ഞാൻ അങ്ങ് നേരെ ആക്കുന്നു. അപ്പം ലെങ്ത് എന്തുവാ? ഈ ഒരു സർക്കിളിലെ ഞാൻ അങ്ങ് നൂത്തിട്ട് നേരെ ആക്കുന്നു. അപ്പം ലെങ്ത് എന്ത് വരും? ലെങ്ത് 200 പൈ ഇൻറ്റു ഡി. എടാ, ഞാൻ ഈ സർക്കുലാർ വെൽഡിനെ ഇത് മുറിച്ചിട്ട് നേരെ ആക്കി നൂത്ത് വെക്കുന്നു. അപ്പം ഇതിൻ്റെ ലെങ്ത് എന്ത് വരും? വെൽഡിൻ്റെ ലെങ്ത് എന്ത് വരും?
2πr, അതായത് പൈ ഇൻറ്റു ഡി ഇൻറ്റു ലെങ്ത് ഇൻറ്റു ത്രോട്ട് തിക്നെസ് അല്ലേ ഏരിയ. ത്രോട്ട് തിക്നെസ് എന്തോ HT അല്ലേ. അപ്പോൾ HTയുടെ വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.70 ഇൻറ്റു H അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 8 കിട്ടും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? കിട്ടുന്നില്ലെങ്കിൽ പറയണം കേട്ടോ, മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ, ഞാൻ ആ സെക്ഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സാർ ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ ആയിരുന്നെങ്കിൽ റെക്ടാങ്കിൾ ആയിരുന്നെങ്കിൽ അത് റെക്ടാങ്കിളിൻ്റെ പ്രോബ്ലം അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ചെയ്യിപ്പിക്കാം. അടുത്ത പ്രോബ്ലം റെക്ടാങ്കിളിൻ്റെയാണ്. അടുത്ത പ്രോബ്ലം റെക്ടാങ്കിളിൻ്റെ അന്നിട്ട് ചെയ്യിപ്പിക്കാം. അടുത്ത സെക്ഷൻ പ്രോബ്ലം റെക്ടാങ്കിൾ അന്നേരം ഞാൻ ചെയ്യിപ്പിച്ചോളാം. ഇപ്പം നിങ്ങൾ സർക്കുലാറിൻ്റെ നോക്ക്. സർക്കുലാറിന് സർക്കുലാർ ഷേപ്പ് വരുന്നത്. ഇപ്പോൾ സർക്കുലാർ ഷേപ്പിൻ്റെ ഇതിൻ്റെ ഏരിയ വേണം. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കും? ഇതിനെ ഞാൻ നൂത്ത് വെക്കുന്നു കണ്ടോ. നൂത്ത് വെക്കുമ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സർക്കംഫറൻസാണ് വരുന്നത്. അപ്പോൾ പൈ ഇൻറ്റു ഡി വരും. ഇൻറ്റു അതിൻ്റെ ത്രോട്ട് തിക്നെസ് എന്ന് പറയുമ്പോൾ HT ആണ്. അപ്പോൾ പൈ ഇൻറ്റു ഡി ഇൻറ്റു HT എടുക്കുന്നത്. HT എന്ന് വെച്ചാൽ എന്താണ്? HT എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.07 ഇൻറ്റു H ആണ്. ഇത് മനസ്സിലായോ? സർക്കുലാർ വെൽഡ് ഉണ്ടോ? സർക്കുലാർ വെൽഡിൻ്റെ 80 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കുലാറിനെ ഞാൻ മുറിച്ചിട്ട് ഇങ്ങനെ നീട്ടി വെക്കുന്നത് കണ്ടോ. നീട്ടി വെക്കുമ്പോൾ ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്? സർക്കംഫറൻസാണ്. പൈ ഇൻറ്റു ഡി ഇൻറ്റു 80 ആയതുകൊണ്ട് തിക്നെസ് എന്ന് പറയുമ്പോൾ H എടുക്കാൻ പറ്റത്തില്ല, അവർ HT എടുക്കുക, ത്രോട്ട് തിക്നെസ് എടുക്കുക. അപ്പോൾ പൈ ഇൻറ്റു ഡി ഇൻറ്റു HTക്ക് പകരം 0.707 ഇൻറ്റു H എടുക്കുക. അപ്പോൾ നമുക്ക് 80 കിട്ടും. ഇനി നമുക്ക് എന്തുവാ? ടോ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ 80 ആണ്. അപ്പോൾ ഫോഴ്സ് നമുക്കറിയാം 10 ആണെന്നറിയാം. 80 എത്ര കിട്ടും? 80 ഇൻ ടേംസ് ഓഫ് H കിട്ടും. അപ്പോൾ ടോ ഇൻ ടേംസ് ഓഫ് H കിട്ടും. എത്ര കിട്ടുമെന്ന് പറഞ്ഞ്? ടോ ഇൻ ടേംസ് ഓഫ് H എത്ര കിട്ടുമെന്ന് പറഞ്ഞ്? ടോ ഇൻ ടേംസ് ഓഫ് H എത്ര കിട്ടുമെന്ന് പറഞ്ഞ്? ടോ ഇൻ ടേംസ് ഓഫ് H എത്ര കിട്ടുമെന്ന് പറഞ്ഞ്? വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യുന്നത് പ്രൊസീജിയർ ഓർത്ത് വെക്കുക. M/Z ആണ് നമ്മുടെ ജനറൽ ഫോർമുല അല്ലേ. അപ്പോൾ M കണ്ടുപിടിക്കുക, Z കണ്ടുപിടിക്കുക. അടുത്ത് ഷിയറിൻ്റെ വരുമ്പോഴത്തേന് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് തന്നിട്ടുണ്ട്. ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ത്രോട്ട് ഏരിയ എടുക്കുക. ത്രോട്ട് ഏരിയ എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് ഇൻറ്റു ത്രോട്ട് തിക്നെസ് HT. ത്രോട്ട് തിക്നെസ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. 0.707 ഇൻറ്റു H സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും ടോയുടെ വാല്യൂ? എത്ര കിട്ടും? ചെയ്തിട്ട് പറ കേട്ടോ. H ടോടെ ഇന്നത്തെ ആൻസർ തെറ്റാണ്, അതാണ് ഞാൻ ആൻസർ പറയാത്തത്. ആൻസർ ഏകദേശം 7 പോയിന്റ് വരും. ഓക്കെ, അത്രയും വരും. അപ്പോൾ നമുക്ക് ടോയുടെ വാല്യൂ കിട്ടി, സിഗ്മയുടെ വാല്യൂ കിട്ടി, ടോ മാക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. അതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോഴത്തേന് നമുക്ക് H-ൻ്റെ വാല്യൂ കിട്ടും. നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഇൻ്റർവെല്ലിൽ ഇതില്ല കേട്ടോ. ഞാനിത് മാക്സിമം ക്ലാസ് ഇപ്പോൾ എടുത്ത് തീർത്തിട്ട് ഞാനങ്ങ് വിട്ടേക്കാം നിങ്ങളെ. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻ്റർവെല്ലിൽ തന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ 2 മണിക്ക് പ്രോഗ്രാം, അപ്പോൾ അതിന് പിന്നെ അങ്ങോട്ട് പോകണം കേട്ടോ. നമ്മുടെ കുറേ ക്ലാസ് മിസ്സായതുകൊണ്ട് ഇപ്പം ഞാൻ ഇൻ്റർവെല്ലിൽ തരുന്നില്ല. രാവിലത്തെ ഒരു അവർ പോയി, ഇന്നലത്തെ പോയി, കഴിഞ്ഞ ദിവസത്തെ ഒരു അവർ പോയി. പ്രോബ്ലം ചെയ്തിപ്പോൾ ഒരു ഫ്ലോയിൽ നിൽക്കുമല്ലേ. ഇൻ്റർവെൽ വേണ്ടോ? ഓക്കെ, നേരത്തെ വിടാം. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത പ്രോബ്ലം ഇത് H-ൻ്റെ വാല്യൂ കിട്ടി. H-ൻ്റെ വാല്യൂ എത്ര കിട്ടി? H-ൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ഒരു 8 കിട്ടും. ഓൾമോസ്റ്റ് ഒരു 8 കേട്ടോ. അത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പം നിനക്ക് സിഗ്മയുടെ വാല്യൂ എടുത്തത് ആർക്ക് മിസ്റ്റേക്ക് കാണും, പോയിന്റിന്റെ വ്യത്യാസം കാണും. എന്താ H കിട്ടുന്ന? അല്ല, ആദ്യം എടുത്ത സിഗ്മ 5.66 M/, അതും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് H കിട്ടുന്നത്. അല്ലല്ല,
എച്ച് എങ്ങനെ കിട്ടുന്നത് സാറേ? എച്ച് കിട്ടുന്നിട നമുക്ക് സിഗ്മയുടെ വാല്യൂ കിട്ടി, ടോയുടെ വാല്യൂ കിട്ടി. നമുക്ക് ടോ മാക്സ് തന്നിട്ടുണ്ട്, മാക്സിമം അലോവബിൾ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോ മാക്സിൻ്റെ ഫോർമുല എന്തുവാ? ടോ മാക്സിൻ്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ √(σ/2) പ്ലസ് ടോ സ്ക്വയർ. അപ്പോൾ സിഗ്മ ഇൻ ടേംസ് ഓഫ് എച്ച് കിട്ടി, ടോ ഇൻ ടേംസ് എച്ച് കിട്ടി. നമ്മളിത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അപ്പോൾ അവിടെ നമുക്ക് എച്ച് കിട്ടും. സാറ് സിഗ്മയുടെ വാല്യൂ സാർ നേരത്തെ 144 × 10³ ആയിരുന്നല്ലോ പറഞ്ഞത്. ഞാൻ 144 × 10³ തന്നെയല്ലേ എഴുതി വെച്ചേക്കുന്നത്. 144 × 10³ ഡിവൈഡ് ബൈ എച്ച്. 1.44 ആണെന്ന് തോന്നുന്നു കറക്റ്റ് ആൻസർ കേട്ടോ. നിങ്ങൾക്ക് എവിടെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിസ്റ്റേക്ക് പറ്റിയതുണ്ടെന്ന് തോന്നുന്നു. മെജോറിറ്റി ആൾക്കാർക്ക് ഏത് ആൻസറാണ് കിട്ടിയേ? ടെക്സ്റ്റ് ബുക്കിനകത്ത് ആൻസർ 1.44 × 10³ ഡിവൈഡ് ബൈ എച്ച് ആണ്. ഇസഡിന്റെ വാല്യൂ ഇസഡിന്റെ വാല്യൂ സത്യം പറഞ്ഞാൽ അതിനകത്ത് ചെയ്ത് കൊടുത്തിട്ടില്ല. ആണോ? അതെന്തായാലും നമുക്ക് ആ ഒരു ന്യൂമറിക്കൽ സംഭവം നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ. ന്യൂമറിക്കൽ ഞാനത് നോക്കിയിട്ട് പറയാം. അതിനകത്ത് രണ്ട് ഫോമുല ഉപയോഗിക്കും, രണ്ട് വ്യത്യാസപ്പെടും. അത് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഈ ഒരു മെത്തേഡ് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം.